ഹായ് ഫ്രണ്ട്സ്, ഇങ്ങനത്തെ ഒരു അവസ്ഥയില് ഒരു കളിക്കാരൻ വന്നിട്ടുണ്ടല്ലോ. ആ ഒരു സിറ്റുവേഷൻ ഇപ്പൊ സഞ്ജു ഫേസ് ചെയ്തോണ്ടിരിക്കണേ. ഈ കഴിഞ്ഞ ഓസ്ട്രേലിയ ഇന്ത്യ T20 സീരീസിനകത്ത് ആദ്യത്തെ 2 കളിയിൽ പ്ലേ ലെവലിൽ വന്നു. അടുത്ത ഫസ്റ്റ് കളി മഴ കാരണം പോയി. രണ്ടാമത്തെ കളിയാണ് നമ്മളിപ്പോ കാണുന്നത് മെൽബണിലുള്ളത്. അതിനകത്ത് വലിയ കാര്യമായിട്ട് റൺസ് എടുക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഔട്ടായി പോന്നു. അത് സഞ്ജു മാത്രമല്ല, അന്ന് കളിച്ച കളിയിൽ മിക്കവരും ഔട്ടായിരുന്നു. അഭിഷേക് ശർമ്മ റാണെ ചോദിച്ചു കഴിഞ്ഞാൽ ആരും തന്നെ വലിയ കാര്യമായിട്ട് റൺസ് നിർത്തില്ല. ആ ഒരു കളിയുടെ പേരില് പിന്നെ അങ്ങോട്ട് വന്ന എല്ലാ കളിയിലും സഞ്ജുവിനെ പുറത്തിരുത്തി. ഇതൊന്നല്ല മെയിൻ റീസൺ. 2024 സഞ്ജു അഭിഷേക് ശർമ്മയായിരുന്നു T20 ഓപ്പണേഴ്സ് ആയിരുന്നു. അന്ന് എന്ത് നല്ല കളിയായിരുന്നു അല്ലെ. സഞ്ജു എത്ര സെഞ്ചുറി അടിച്ചത്. അത് കഴിഞ്ഞ് 2025 ഗില്ലിന്റെ വരവ്. അത് വൈസ് ക്യാപ്റ്റനായിട്ട് T20 അത് ഓപ്പണറായിട്ട് വന്നു. അവിടെ തുടങ്ങി സഞ്ജുവിന്റെ കഷ്ടകാലം ആരംഭിച്ചു. പിന്നെ അങ്ങോട്ട് സഞ്ജുവിന് ചാൻസ് കിട്ടിയുള്ള പിന്നെ 7ാം നമ്പറും 6ാം നമ്പറും പല പൊസിഷനിൽ ഇറങ്ങി കളിപ്പിക്കാൻ തുടങ്ങി. ഇങ്ങനെയൊക്കെ കളിച്ചു കഴിഞ്ഞാൽ ആർക്കും ഒരു കൺസിസ്റ്റൻസി ഇടണേ. അതിന് ഒരു കളി ഫോം ആയില്ലാന്നും പറഞ്ഞ് മൊത്തം അങ്ങോട്ട് ഒരാളെ നശിപ്പിച്ച് ഒരു ലെവലാക്കും. എന്തൊരു കഷ്ടമാണെന്ന് നോക്കണേ അല്ലേ. അതുപോലെ തന്നെ അത് എടുത്തു പറയേണ്ട വേറെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ സഞ്ജു ഒരു കളി ഫോം ആവില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ സഞ്ജുവിനെ പുറത്തിരുത്തി. ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിൽ T20 തന്നെ എത്ര പ്ലെയേഴ്സ് 10-20 ഇന്നിങ്സ് അടിച്ച് ഒരു 50 പോലും അടിക്കാത്ത ആൾക്കാരുണ്ട്. അവരൊക്കെ ഇപ്പോഴും ടീമിൽ കണ്ടിന്യൂ ചെയ്ത് പോലെ. അപ്പൊ അവർക്കൊന്നും ഒരു കൺസിസ്റ്റൻസി ഇല്ല. സഞ്ജുവിന് മാത്രമേ കൺസിസ്റ്റൻസിയുടെ പ്രശ്നമുള്ളൂ. എന്താന്ന് നോക്കണേ. ഇനിയിപ്പോ സൗത്ത് ആഫ്രിക്കയുടെ അടുത്ത T20 വരുന്നുണ്ട്. ടീമിൽ കയറും ഇല്ലയോ എന്നുള്ളത് ദൈവത്തിന് മാത്രം അറിയാം.